പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് വെബ് ടെക്നോളജി. ഈ ടേം ഇൻ്റർനെറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്, അതല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്നുള്ളതും ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് എന്താണെന്നുള്ളതും ഇൻ്റർനെറ്റിലുള്ള സർവീസുകൾ എന്താണെന്നുള്ളതും എന്താണ് ഒരു വെബ് ബ്രൗസർ, എന്താണ് അപ്ലോഡിങ്, എന്താണ് ഡൗൺലോഡിങ്, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസുകൾ ഏതൊക്കെയാണെന്നുള്ളത്, അങ്ങനത്തെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ +1 2-3 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററും അതിൻ്റെ അടുത്ത ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. എന്ന് പറയുമ്പോൾ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ ഇനി 3 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വെബ് ടെക്നോളജി എന്ന് പറയുമ്പോൾ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെക്നോളജി ത്രൂ വിച്ച് വി ക്യാൻ ഡെവലപ്പ് ഓർ ക്രിയേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് പേജ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ +1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്നുള്ള കൺസെപ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്? ഇൻ്റർനെറ്റ് എന്നുള്ള കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റാണെന്ത്? ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ, അതേപോലെ തന്നെ ഈ കൊറോണ, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ ലോകം മൊത്തം അഭിമുഖീകരിക്കുമ്പോൾ നമ്മളുടെ എല്ലാ സർവീസുകളും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാനുള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റാണെന്ത്? ഇൻ്റർനെറ്റ്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് എന്താണെന്നുള്ളതും ഇൻ്റർനെറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതും ഇൻ്റർനെറ്റിലുള്ള സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ +1 9ാമത്തെ ചാപ്റ്ററോ തോന്നുന്നു ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് മുന്നത്തെ 8ാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അത് കഴിഞ്ഞാൽ 9ാമത്തെ ചാപ്റ്റർ ഇൻ്റർനെറ്റ്. ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഇൻ്റർനെറ്റിലുള്ള സർവീസുകൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് പോയിന്റുകൾ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ 1ാമത്തെ സർവീസ് നമുക്ക് വേണമെങ്കിൽ ആക്സസിങ് വെബ്സൈറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഇത്രമാത്രം പോപ്പുലർ എന്താ ഇൻ്റർനെറ്റിൻ്റെ ഇന്നത്തെ കൺസെപ്റ്റ് എന്താ? വി ക്യാൻ ആക്സസ് ഇൻ്റർനെറ്റ് അറ്റ് എനി ടൈം, അറ്റ് എനി വയർ, അറ്റ് എനി ഡിവൈസ്. ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇൻ്റർനെറ്റ് എവിടെ നിന്നുകൊണ്ടും എപ്പോൾ വേണമെങ്കിലും ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഇൻ്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ലായിരുന്നു. ഇൻ്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇത്രമാത്രം സ്പീഡൊന്നും ഇൻ്റർനെറ്റിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കൺസെപ്റ്റുകളൊക്കെ മാറി ഇന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ നമ്മൾ ചെയ്യാറുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു കമ്പനി, ഇപ്പോൾ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെറിയ കമ്പനി നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. കാരണം എന്താ? വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഇൻഫർമേഷൻ, അവരുടെ സർവീസുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വെബ്സൈറ്റിലൂടെ അവർക്ക് പറയാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക. ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റ് നമുക്ക് അറിയാൻ പറ്റും, എഡ്യൂക്കേഷൻ സെക്ഷൻ്റെ വെബ്സൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ബിസിനസ് ഫേമിൻ്റെ വെബ്സൈറ്റിനെ നമുക്ക് അറിയാൻ പറ്റും, ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റുകളുണ്ട്, ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റുകൾ, ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ. അപ്പോൾ എത്ര ചെറിയൊരു കമ്പനി ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവരുടെ സർവീസുകളും അതുപോലെ തന്നെ അവരുടെ ഇൻഫർമേഷനുകളൊക്കെ കസ്റ്റമേഴ്സിലേക്കും യൂസേഴ്സിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഇൻ്റർനെറ്റിലുള്ള മൊത്തം സർവീസുകളും ഏത് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെബ്സൈറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ ആക്സസിങ് വെബ്സൈറ്റ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് ഇവിടെയുള്ള ഇൻ്റർനെറ്റിലുള്ള. അവിടെ നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്താണെന്നുള്ളതും ബ്രൗസർ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതും HTTP എന്നുള്ള പ്രോട്ടോകോൾ എന്താണെന്നുള്ളതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ +1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിലുള്ള ഒരു സർവീസാണെന്ത് ആക്സസിങ് വെബ്സൈറ്റ്സ്. ഇനി വേറൊരു സർവീസാണെന്ത് ഇമെയിൽ സർവീസ്. വേറൊരു സർവീസാണെന്ത് വീഡിയോ കോൺഫറൻസ്. ഇതിപ്പോൾ വീഡിയോ കോൺഫറൻസിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് അതേപോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളുടെ ലോക്ക്ഡൗൺ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ഈ കോവിഡ് പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇപ്പോൾ അതിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ എന്താണ് ഓരോ ഓൺലൈൻ മീറ്റിംഗ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. വ്യത്യസ്ത സംവിധാനങ്ങൾ ഉപയോഗിച്ച്, വ്യത്യസ്ത പാക്കേജുകൾ ഉപയോഗിച്ച്, വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ മീറ്റിങ്ങുകൾ നമ്മൾ നടത്തുന്നുണ്ട്. വീഡിയോ കോൺഫറൻസ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു സർവീസാണ്. ഓൺലൈൻ ബാങ്കിങ് ഇൻ്റർനെറ്റിലുള്ള ഒരു സർവീസാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ +1 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ടെലിമെഡിസിൻ വേറൊരു സർവീസാണ്, ഇൻ്റർനെറ്റിലുള്ള ഒരു സർവീസാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് സർവീസ് ആണെങ്കിലും വേണ്ടിയില്ല, ആ സർവീസിൽ ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റാണ് അവിടെ ബേസിക്കലി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെബ്സൈറ്റ്. അപ്പോൾ എന്താണ് വെബ്സൈറ്റ്? ആ വെബ്സൈറ്റ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്ന ആ ടേമിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അതൊക്കെ നമ്മൾ ഈ വെബ്സൈറ്റ് ആണെങ്കിലും വെബ് പേജ് ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ +1 ആ 9th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ എന്താ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ഡെഫിനിഷൻ, വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർലിങ്ക്ഡ് വെബ് പേജ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു വെബ്സൈറ്റിൽ ഒന്നിൽ കൂടുതൽ വെബ് പേജുകൾ ഉണ്ടാവും. ഒരു വെബ് പേജിൻ്റെ കൂട്ടാണ്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ മിംസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഹോസ്പിറ്റൽ നമ്മളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മിംസ് ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 10, 50 അല്ലെങ്കിൽ 100, 150 വെബ് പേജുകൾ ഉണ്ടാവും. അങ്ങനെ വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അത് ഇൻ്റർലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിലത്തെ ഓരോ പേജും എന്താണ് കണക്റ്റഡ് ആണ്. അതിനെ പറയുക ഹൈപ്പർ ടെക്സ്റ്റ് എന്നുള്ള കൺസെപ്റ്റാണ്. അത് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻ്റർലിങ്ക്ഡ് വെബ് പേജുകളെയാണ് എന്തെന്ന് പറയുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർലിങ്ക്ഡ് വെബ് പേജ്. ഇനി ആ വെബ്സൈറ്റുകൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഓർഗനൈസേഷൻ എന്താണോ ചെയ്യാൻ അവർ എന്ത് സർവീസാണോ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ഇൻഫർമേഷനാണോ അവർ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക, ആ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുക. എന്ന് പറയുമ്പോൾ എന്താ, വെബ്സൈറ്റ്സ് ആർ ഡിസൈൻ ടു ഗീവ് ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഓർഗനൈസേഷൻ, പ്രൊഡക്റ്റ്, സർവീസ് എക്സെട്ര. അപ്പോൾ അവരുടെ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്താ, ആ മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ മെറിറ്റുകളും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും അവരുടെ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കമ്പനി എന്ത് കാര്യമാണോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെബ്സൈറ്റിലൂടെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നൽകാൻ പറ്റും. അതാണ് ആ വെബ്സൈറ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൻ്റെ ഒരു ഡെഫിനിഷൻ. വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർലിങ്ക്ഡ് വെബ് പേജ്. എന്ന് പറയുമ്പോൾ എന്താ, ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പേജിലൊന്നും ഒതുങ്ങില്ല. അപ്പോൾ അവിടെ 2, 3, 10, 50, അപ്പോൾ ആ കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ സൈസിനനുസരിച്ച് എന്ത് ചെയ്യും, പേജുകളുടെ അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസിനനുസരിച്ച് എന്ത് ചെയ്യും, പേജുകളുടെ എണ്ണം കൂടും. പക്ഷേ ആ പേജുകളെല്ലാം ഇൻ്റർലിങ്ക്ഡാണ്. എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു 50 പേജ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ ലോഡ് ചെയ്ത് അറ്റ് എ ടൈമിൽ നമുക്കൊരു വെബ് പേജേ കാണാൻ പറ്റുള്ളൂ. ഇനി വെബ് പേജ് കാണണം, അതൊക്കെ നമ്മൾ +1 നമ്മൾ കൺസിഡർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിനോട് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻ്റർനെറ്റിലുള്ള വെബ്സൈറ്റുകൾ നമ്മൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയറിനാണ് നമ്മൾ ബ്രൗസർ സോഫ്റ്റ്വെയർ എന്ന് പറയാം. ആ ബ്രൗസർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് വെബ് ബ്രൗസിംഗ് എന്നുള്ളത്. ഇൻ്റർനെറ്റിലുള്ള വെബ് പേജുകൾ ആക്സസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, വെബ് ബ്രൗസിങ്. അപ്പോൾ അറ്റ് എ ടൈമിൽ നമുക്കൊരു പേജേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആക്സസ് ചെയ്ത വെബ്സൈറ്റിൽ 50 പേജ് ഉണ്ടെങ്കിൽ ഒരേ സമയം നമുക്ക് 50 പേജ് കാണാൻ ഒരിക്കലും കഴിയില്ല. അറ്റ് എ ടൈമിൽ ഒരു പേജേ പറ്റുള്ളൂ. എന്നാലോ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് നമുക്ക് ലിങ്ക് ഉണ്ട്. ഒരു പേജിൽ ഒരു ടെക്സ്റ്റുമേലോ പിക്ചറുമേലോ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും, പിന്നെ അടുത്ത പേജ് വരും. ഇനി അതിൽ നിന്ന് വേറൊരു സൈറ്റിലുള്ള വേറൊരു പേജിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ എന്താ, ഇൻ്റർനെറ്റിലുള്ള എല്ലാ വെബ് പേജുകളും എന്താണ്, പരസ്പരം കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. അതാ പറഞ്ഞത് ഇൻ്റർലിങ്ക്ഡ് എന്ന് പറയാനുള്ള കാരണം, ഇൻ്റർലിങ്ക്ഡ് വെബ് പേജ്.
അപ്പോൾ അങ്ങനത്തെ ഇൻ്റർലിങ്ക്ഡ് വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ ഓരോ വെബ്സൈറ്റിനും ഒരു ഡൊമൈൻ നെയിം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു www.dhsckerala.gov.in നമ്മളുടെ DHSCയുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിമാണത്. അതിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ +1-ൻ്റെയും +2-ൻ്റെ ഒക്കെ റിസൾട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സർവീസുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിലൂടെയാണ്. www.dhsckerala.gov.in എന്ന് പറയുന്ന ആ വെബ്സൈറ്റിലൂടെയാണ്. അതിലിപ്പോൾ ഒരു പേജോ 2 പേജോ എന്നല്ല, ഒരുപാട് പേജുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ദേ ആർ ഇൻ്റർലിങ്ക്ഡ്. ഇനി അതിലത്തെ ഒരു വെബ് പേജ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ പഠിക്കുക, ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോണത് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് പറയാം വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, നമുക്ക് നമ്മളെക്കുറിച്ചൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വെബ്സൈറ്റുകൾ നമ്മൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, എത്ര ടൈപ്പിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലൂടെയും അടുത്ത 2 ചാപ്റ്ററിലൂടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പഠിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം ഞാനിവിടെ എടുക്കുന്നില്ല. ഇതിലെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ മുതലേ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ആ ഭാഗങ്ങളൊക്കെ പഠിച്ച ശേഷം ഈ വെബ്സൈറ്റിനെ കുറിച്ചും വെബ് പേജിനെ കുറിച്ചും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് മുന്നുള്ള തിയറി പാർട്ട് ഞാൻ എടുക്കും. ഇനി ആ തിയറി പാർട്ട് എടുക്കുന്നത് അടുത്ത ചാപ്റ്ററിൽ, ഈ ചാപ്റ്ററിലുള്ള തിയറിയും കൂടെ ഒരുമിച്ച്, അടുത്ത ചാപ്റ്ററിലും തിയറി തന്നെയാണ്. അപ്പോൾ ആ 2 തിയറിയും കൂടെ ഒരുമിച്ചാണ് എടുക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ ഈ ചാപ്റ്ററിൽ ഒരു 25% ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ്, ഒരു തിയറി പാർട്ട് ഉണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ടാണ്, ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള ഭാഗത്തു നിന്നാണ് ഞാൻ ഈ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ എടുക്കില്ല എന്നല്ല, എടുക്കും. ഈ ചാപ്റ്റർ എല്ലാം കഴിഞ്ഞ് ചാപ്റ്ററിൽ 4ാമത്തെ ചാപ്റ്റർ ലാസ്റ്റ് കഴിഞ്ഞ് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 5ാമത്തെ ചാപ്റ്ററിലും തിയറി തന്നെയാണ് കുറച്ച്. അപ്പോൾ ആ തിയറിയും ഇതിലുള്ള നമ്മൾ സ്കിപ്പ് ചെയ്ത തിയറിയും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യലാണ്, വെബ് പേജ് ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ്? വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കൂട്ടം വെബ് പേജാണ്. അപ്പോൾ ആദ്യം വെബ് പേജുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വെബ് പേജുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ്, അപ്പോൾ അങ്ങനെ നമ്മളൊരു വെബ്സൈറ്റ് പ്രോഗ്രാം, അതിനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. ആ വെബ്സൈറ്റ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ എക്സാമ്പിൾ വരികയാണ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലോ നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആക്കണമെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിനോട് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലുള്ള എല്ലാ ആളുകൾക്കും ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആക്കണമെങ്കിൽ ആ വെബ്സൈറ്റിനെ സെർവറിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യാമെന്നാണ് പറയുക. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹോസ്റ്റിംഗ് എന്താണെന്ന്, വെബ് ഹോസ്റ്റിംഗ് എന്നുള്ളൊരു ചാപ്റ്ററിനുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഇൻ്റർനെറ്റിലൊരു വെബ്സൈറ്റ് അവൈലബിൾ ആയി എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മീനിങ് എന്താ? ഇനി ആ വെബ്സൈറ്റ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് സെർവറിൽ, ഇൻ്റർനെറ്റിലുള്ള സെർവറിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഹോസ്റ്റ് ചെയ്യണം, പ്ലേസ് ചെയ്യണം. എന്നാലേ ഇൻ്റർനെറ്റിൽ ആ വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ഇൻ്റർനെറ്റിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വെബ്സൈറ്റിനും എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു ഡൊമൈൻ നെയിം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ വെബ്സൈറ്റിനും ഡൊമൈൻ നെയിം ഉണ്ട്. അത് യുണീക്കായിരിക്കും. ഒരു വെബ്സൈറ്റിൽ അപ്പോൾ മില്യൺ കണക്കിന് വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റിലുണ്ട്. അതിലുള്ള ഓരോ വെബ്സൈറ്റിനും എന്തുണ്ടായിരിക്കും, അതിലുള്ള ഓരോ പേജിനും എന്തുണ്ടായിരിക്കും, ഒരു URL ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ആ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള, അപ്പോൾ അവിടെ ക്ലയൻറ്റ് സൈഡ് ഉണ്ട്, സെർവർ സൈഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിരിക്കുന്ന ഭാഗം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ആവാം, അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആവാം. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ ഇൻ്റർനെറ്റിലെ സെർവറിലുള്ള വെബ്സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആക്സസ് ചെയ്യാണ്. വെബ്സൈറ്റ് കിടക്കുന്നത് സെർവറിലാണ്.
പക്ഷേ ആ സെർവറിൽ കിടക്കുന്ന വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് സൈഡിലുള്ള കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കാണണമെങ്കിൽ നമ്മൾ ഈ ക്ലയൻറ്റ് സൈഡിൽ എന്ത് വേണം, ഒരു സോഫ്റ്റ്വെയർ വേണം. ഞാൻ പറഞ്ഞിരുന്നത് ഏതാണ്? ബ്രൗസർ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ നമുക്കറിയാം, ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, എസ്കേപ്പ് നാവിഗേറ്റർ, അങ്ങനെ ഒരുപാട് ബ്രൗസർ സോഫ്റ്റ്വെയറുകളുണ്ട്. ആ ബ്രൗസർ സോഫ്റ്റ്വെയർ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള, ക്ലയൻറ്റ് സൈഡിൽ ഇരുന്നു കൊണ്ട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ നമ്മൾ പഠിക്കാൻ പോണത് ഒരു വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ, വെബ് പേജ് ഉണ്ടാക്കി പഠിക്കണം. വെബ് പേജുകൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ എന്താ, ഒരു വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ വെബ്സൈറ്റിൽ ഒരു 10 വെബ് പേജ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് വെബ് പേജ് ആണല്ലോ, ഒന്നിൽ കൂടുതൽ വെബ് പേജുകളുടെ കൂട്ടം. അപ്പോൾ എന്താ, ഓരോ വെബ് പേജിലും വേണ്ട കണ്ടന്റുകളും അതിൻ്റെ ഇൻഫോർമേഷനുകളും, അതിൽ എന്തൊക്കെ പേജുകളിൽ, ഒന്നാമത്തെ പേജിൽ എന്ത് കണ്ടന്റാണ് വേണ്ടി, രണ്ടാമത്തെ പേജിൽ എന്താ, മൂന്നാമത്തെ പേജിൽ എന്താ, നാലാമത്തെ പേജിൽ എന്താ, അങ്ങനെ ഓരോ പേജും നമ്മൾ വെബ് പേജുകൾ ഉണ്ടാക്കിയ ശേഷം ആ പേജുകളെ ഇൻ്റർലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഒരു വെബ്സൈറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ വെബ് പേജ് ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? A web page may contain text, graphics, sound, animations and movies. ഒരു വെബ് പേജിൽ നമ്മൾ ഒരു വെബ്സൈറ്റിലുള്ള ഒരു വെബ് പേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ടെക്സ്റ്റ് ഇൻഫർമേഷൻ ഉണ്ടാകും, പിക്ചർ ഇൻഫർമേഷൻ ഉണ്ടാകും, അനിമേഷൻ ഉണ്ടാകും, ഓഡിയോ ഉണ്ടാകും, വീഡിയോ ഉണ്ടാകും. ഇതിലെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഒരു വെബ് പേജിൽ ഉണ്ടായിരിക്കുക. അങ്ങനത്തെ വെബ് പേജുകളുടെ കൂട്ടത്തിനാണ് എന്തെന്ന് പറയുന്നത്, വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ് പേജ് ആർ ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് HTML. ഇതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ HTML എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്, HTML. ഈ HTML എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമൊക്കെ നമുക്ക് പറയാം. ഈ HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്തെന്ന് ചെയ്യുന്നത്, വെബ് പേജ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെബ് പേജുകൾ ഉണ്ടാക്കിയിട്ടാണ് എന്താ ചെയ്യുന്നത്, വെബ്സൈറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്, HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പഠിക്കുന്നത്. എന്ന് പറയുമ്പോൾ HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ വെബ് ഡിസൈനിങ് എന്നാണ് നമുക്കുള്ള കൺസെപ്റ്റ്. വെബ് ഡിസൈനിങ്, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക, ഇൻ്റർനെറ്റിലുള്ള വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വെബ് പേജ് ഉണ്ടാക്കുക. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിസൈനിങ് ഓഫ് വെബ്സൈറ്റ്സ് ദാറ്റ് ആർ ഡിസ്പ്ലേഡ് ഓൺ ദ ഇൻ്റർനെറ്റ്. ആ കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്, വെബ് ഡിസൈനിങ്. നമ്മളിനി വെബ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഈ HTML എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച ശേഷം നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, ഈ HTML എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച ശേഷം. അപ്പോൾ ആ കൺസെപ്റ്റിനെ പറഞ്ഞ പേരാണെന്ത്, വെബ് ഡിസൈനിങ് ഓഫ് വെബ്സൈറ്റ്സ് ദാറ്റ് ആർ ഡിസ്പ്ലേഡ് ഓൺ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഡിസൈനിങ് ഓഫ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസൈനിങ് ഓഫ് വെബ് പേജ്. അപ്പോൾ ആ വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏത്, HTML. അപ്പോൾ ഈ HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ പഠിക്കുന്നത്. വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാതെ ആ വെബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പഠിക്കാവുന്നുള്ളൂ. അതാ ബ്ലൂഫിഷ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു പാക്കേജ് ഉണ്ട്. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അഡോബ് ഡ്രീംവേഴ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതൊക്കെ ആ വെബ് ഡിസൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് ഒരു വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കിയ ശേഷം അത് ഞാൻ പറഞ്ഞില്ല, സെർവറിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ സെർവറിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യാനും സഹായിക്കും. ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. എ മുതൽ Z വരെയുള്ള ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ മൊത്തം ചെയ്യാൻ ഇതിലുള്ള
ഈ സോഫ്റ്റ്വെയറിൻ്റെ IDE വിൻഡോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ C++ൻ്റെ ഗെനി എന്ന് പറയുന്നതിൻ്റെ IDE വിൻഡോ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ഒരു വിൻഡോ, അവിടെ മെനു ബാർ ഉണ്ട്, ടൈറ്റിൽ ബാർ ഉണ്ട്, ടൂൾ ബാർ ഉണ്ട്, അങ്ങനെ ആ കോഡ് എഴുതുന്ന വിൻഡോ ഉണ്ടെന്നൊക്കെ ആ സെക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അതേപോലെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ബ്ലൂ ഫിഷ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. അഡോബ് ഡ്രീം വെയർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതേപോലെ തന്നെ MS എക്സ്പ്രഷൻ വെബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഈ പേരുകളൊന്ന് പഠിച്ചു വെക്കണം, അല്ലാണ്ട് ഈ സോഫ്റ്റ്വെയറെ കുറിച്ചല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഏതിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോണത്? HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ പോണത്. അതിപ്പോൾ ഇത്രമാത്രം യൂസർ ഫ്രണ്ട്ലി അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ, അവിടെ കുറച്ച് കാര്യങ്ങൾ, കുറേ കോഡുകളും കാര്യങ്ങളും കമാൻഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ച ശേഷമേ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലൊന്നും അത്രത്തോളം അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും കൂടെ യൂസർ ഫ്രണ്ട്ലിയാണ്. ടാഗുകളും കാര്യങ്ങളൊക്കെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. പേജിൻ്റെ ലേഔട്ടും ഡിസൈനിങ്ങും ടെംപ്ലേറ്റ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ആ സോഫ്റ്റ്വെയർ ഏത് ഓപ്ഷനും ഏത് ലേഔട്ടും ഏത് ടെംപ്ലേറ്റ് എങ്ങനെ എന്ത് ഡിസൈനിങ് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെർവറിലേക്ക് നമ്മളല്ലേ സെർവർ കൊണ്ടുപോയിട്ട് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, ആ സെർവറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ആ വെബ് പേജിലുള്ള ഡാറ്റയെ സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്യാൻ, അതിനൊക്കെ ഏത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു നമുക്ക് ചെയ്യാം, ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന് ചിലപ്പം ചോദിക്കും ഏത് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. അപ്പോൾ ഈ പേരുകളൊന്ന് ഓർത്തു വെക്കുക. നമ്മൾ പഠിക്കുന്നത് ഏതാണ്? HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെബ് ഡിസൈനിങ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലുള്ള വെബ്സൈറ്റ് ഉണ്ട്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ട്, ഡൈനാമിക് വെബ്സൈറ്റ് ഉണ്ട്. അതല്ലെങ്കിൽ സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ട്, ഡൈനാമിക് വെബ് പേജ് ഉണ്ട്. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് വെബ് പേജ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്താണ്, ഡൈനാമിക് വെബ് പേജ് എന്താണെന്നുള്ള ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിൽ നമ്മൾ ഈ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഈ +1ൻ്റെയും +2ൻ്റെ ഒക്കെ റിസൾട്ട് വരുന്ന ഒരു സൈറ്റില്ലേ, ആ സൈറ്റിൽ ഇപ്പോൾ നമ്മൾ ആ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഡിസ്പ്ലേയും അതിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പറും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിട്ട് റിസൾട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ രജിസ്റ്റർ നമ്പറുള്ള ആളിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് പിന്നെ അടുത്തൊരു പേജിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു രജിസ്റ്റർ നമ്പർ കൊടുത്താലോ, ആ പഴയ അതേ മാർക്ക് തന്നെയാണോ വരിക, ആ പഴയ ആളുടെ ഇൻഫർമേഷൻ ആണോ വരിക? അല്ല, ആ രജിസ്റ്റർ നമ്പർ രജിസ്റ്റർ നമ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ രജിസ്റ്റർ നമ്പറിൻ്റെ റിസൾട്ടാണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ എന്താ, യൂസർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പേജ്, അതാണ് ഡൈനാമിക്. യൂസർക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന പേജ് എന്ന് പറയുമ്പോൾ എന്താ, യൂസറുടെ റിക്വയർമെൻറ്റ്സിൻ്റെ അനുസരിച്ച് അതിലുള്ള ലേഔട്ടും അതിൻ്റെ കണ്ടൻറ്റും എല്ലാം, ആ പേജിൻ്റെ ലേഔട്ടും ആ പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടൻറ്റൊക്കെ മാറും. അത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഏത്, നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് പേജ്. ഇപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പറും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നമ്മൾ സെർച്ച് എന്നുള്ള ബട്ടൺ അല്ലെങ്കിൽ റിസൾട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ മാർക്കും ഡിസ്പ്ലേ ആവാം. ഇനി അടുത്താണ് ആ സിസ്റ്റത്തിൽ തന്നെ ആ സിസ്റ്റത്തിൽ തന്നെ ആ സമയത്ത് തന്നെ അടുത്ത ആൾ വേറൊരു ഡിസ്പ്ലേ അനദർ റിസൾട്ട് എന്നുള്ളൊരു ബട്ടൺ ഇല്ല, ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ എന്താ സംഭവിക്കുക, ഇതേപോലത്തെ പഴയ പേജ് വീണ്ടും വരും. എന്നിട്ട് അവിടെ അയാളുടെ രജിസ്റ്റർ നമ്പറും അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ അയാളുടെ ഇൻഫർമേഷനാണ് ഡിസ്പ്ലേ ചെയ്യുക. അതിങ്ങനെ മാറുന്നുണ്ട് യൂസറുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച്, യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അതിലുള്ള കണ്ടൻറ്റുകൾ മാറുന്നുണ്ട്. അത് ഫിക്സ്ഡ് അല്ല. അതാണ് ഡൈനാമിക് വെബ് പേജ്. പക്ഷേ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ആ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും മാറൂല. യൂസർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റൂല. ഇനി അതിൽ കണ്ടൻറ്റ് മാറണമെങ്കിൽ, അതിൻ്റെ ലേഔട്ട് മാറണമെങ്കിൽ അത് ആ വെബ് പേജ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കോഡില്ലേ, ആ കോഡിൽ പോയിട്ട് മാറ്റണം, എന്നാലേ മാറൂല, അല്ലാണ്ട് മാറൂല. ആ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുള്ള HTML ആണെങ്കിൽ HTML ഉപയോഗിച്ചിട്ടാണ് ആ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കോഡിൽ പോയിട്ട് മാറ്റണം, എന്നാലേ ആ ലേഔട്ട് അല്ലെങ്കിൽ അതിലുള്ള കണ്ടൻറ്റും മാറുള്ളൂ. പക്ഷേ ഡൈനാമിക് അങ്ങനെയല്ല.
ഡൈനാമിക് എന്ന് പറയുമ്പോൾ യൂസറുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു ബട്ടണുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഒരു ബട്ടണുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പിക്ചറിന് നമുക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരാം നമ്മളെ പേജിലേക്ക്. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റിലെ ഒരു ഭാഗം റൈറ്റ് സൈഡിലേക്കും ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലേക്കും മൂവ് ചെയ്യിക്കാം. അങ്ങനെ എല്ലാ നമുക്ക് എന്ത് ചെയ്യാം, യൂസറുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അതിൻ്റെ ലേഔട്ടും അതിൻ്റെ കണ്ടൻറ്റും മാറും. അതാണ് എന്ത്, ഡൈനാമിക് വെബ് പേജ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഡൈനാമിക് വെബ്സൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റിക് വെബ്സൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഏത് വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടി വരും, ഡൈനാമിക് വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ഏത് സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കാനും പഠിക്കണം, ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാനും പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയുകയാണ്, സ്റ്റാറ്റിക് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ HTML മാത്രം മതി. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ അതിലുള്ള കണ്ടന്റ് മാറൂല, അത് ഫിക്സഡ് ആയിരിക്കും. ഏത് സമയത്ത് ഓപ്പൺ ചെയ്താലും ഏത് സമയത്ത് റൺ ചെയ്താലും അത് ആദ്യം ഡിസ്പ്ലേ ചെയ്ത് ഏത് ലേഔട്ടിലും ഏത് കണ്ടന്റിലും ഏത് സൈസിലാണോ അല്ലെങ്കിൽ ഏത് ടൈപ്പിലാണോ ഡിസ്പ്ലേ ചെയ്തത് അതേ ടൈപ്പിൽ തന്നെ ഇനി അത് ആ ഡിസ്പ്ലേ ഒരിക്കലും അതിലുള്ള ആ ലേഔട്ടൊന്നും മാറില്ല. പക്ഷേ അങ്ങനത്തെ സ്റ്റാറ്റിക് വെബ് പേജ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് HTML എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം മതി. പക്ഷേ ഡൈനാമിക് വെബ് പേജ് ഡിസൈൻ ചെയ്യണമെങ്കിൽ HTML മാത്രം പോരാ, അതിൻ്റെ കൂടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും വേണം. അതേപോലെ തന്നെ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും വേണം. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും HTML കൂടെ യോജിപ്പിച്ചിട്ടാണ്, കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ്, ഒരുമിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കാനും പഠിക്കണം, ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാനും പഠിക്കണം. ആദ്യം നമ്മൾ ഏതുണ്ടാക്കാനാണ് പഠിക്കുന്നത്? സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കാനാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കും? ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാൻ പഠിക്കും. പക്ഷേ ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് HTML മാത്രം പഠിച്ചാൽ പോരാ. അപ്പോൾ ആദ്യം HTML കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് അത്യാവശ്യമുള്ള HTML കാര്യങ്ങളൊക്കെ നമ്മൾ C++ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ C++ മുഴുവൻ ഫീച്ചേഴ്സുകളും എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ സിലബസിൽ നമ്മൾ ആ C++ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് C++ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ C++ ഉണ്ട്. അതേപോലെ നമുക്കൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള HTML ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച ശേഷം നമ്മൾ വെബ് പേജ് ഉണ്ടാക്കും. ഏത് ഉപയോഗിച്ചിട്ട്? HTML ഉപയോഗിച്ചിട്ട്. പക്ഷേ HTML ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള വെബ് പേജ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്ട്? ഡൈനാമിക് വെബ് പേജും ഡിസൈൻ ചെയ്യാനുണ്ട്. പക്ഷേ ഡൈനാമിക് വെബ് പേജ് ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്ത് മാത്രം പോരാ? HTML മാത്രം പോരാ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടെ പഠിക്കാണ്ട്. അപ്പോൾ അടുത്ത ചാപ്റ്ററിലായിട്ട് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടെ പഠിക്കണം. ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൂടെ പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഏത് ടൈപ്പിലുള്ള വെബ് പേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഡൈനാമിക് ടൈപ്പിലുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു കമ്പാരിസൺ എന്താണെന്നുള്ളത് നമ്മളിവിടെ പറയാൻ പോവുകയാണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിലുള്ള സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കേണ്ടി വരും, ഡൈനാമിക് വെബ് പേജ് നമുക്ക് ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ദ കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഈസ് ഫിക്സ്ഡ്. ആ പേജിൻ്റെ കണ്ടന്റും ലേഔട്ടും എന്ത് ചെയ്യില്ല, ഒരിക്കലും മാറില്ല. മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കോഡില്ലേ, ആ കോഡിൽ പോയിട്ട് മാറ്റം വരുത്തണം, എന്നാലേ അതിൻ്റെ ലേഔട്ടും കണ്ടന്റുകളൊക്കെ മാറുള്ളൂ. പക്ഷേ ഈ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ദ കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. ആ വെബ്സൈറ്റ് റൺ ടൈം, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടന്റും അതിൻ്റെ ലേഔട്ടും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പറും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് വരുന്നുണ്ട്. അത് എൻ്റെ റിസൾട്ടാണ്. വേറൊരാൾ അയാളുടെ രജിസ്റ്റർ നമ്പറും അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു റിസൾട്ട് വരുന്നുണ്ട്. ആ രണ്ട് റിസൾട്ടും സെയിം ആണോ? അല്ല, എൻ്റയർലി ഡിഫറൻ്റാ. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അതിൻ്റെ ലേഔട്ടും അതിൻ്റെ കണ്ടന്റും മാറും. ആ വെബ് പേജിൻ്റെ കണ്ടന്റ് മാറും. അതാണെന്ത്? ഡൈനാമിക് വെബ് പേജ്. അതിൽ ഈ കണ്ടന്റ് ഇങ്ങനെ മാറാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് ആ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഇന്ന് ഒരു 10 മണിക്ക് ഇപ്പോൾ നമ്മൾ +1 +2 റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട്
അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ടാവും, ഒരു സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം അവർ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ www.dhsckerala.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് ആ റിസൾട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റിസൾട്ട് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് വൈസ് ഇൻഡിവിജ്വൽ വൈസിൽ എടുക്കുക, സ്കൂൾ വൈസിൽ എടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 ലക്ഷത്തോളം സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട് ആ സൈറ്റിൻ്റെ അവർ ഏത് സെർവറിലാണോ ആ സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സെർവറിൽ 5 ലക്ഷം സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട് ഉണ്ട്. അതിൽ നിന്നും നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെയോ അത് സ്കൂൾ വൈസിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. 2500 സ്കൂളുകളുണ്ട്, അതിലെങ്കിൽ 5 ലക്ഷം സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് വൈസിലും റിസൾട്ട് ആക്സസ് ചെയ്യാം, സ്കൂൾ വൈസിലും നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ 5 ലക്ഷം സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ടിൽ നിന്ന് നമ്മുടെ റിസൾട്ട് മാത്രം എടുക്കുകയാണ്. അപ്പോൾ ആൾറെഡി ആ സെർവർ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറാണ്, ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൽ 5 ലക്ഷം സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട് ആൾറെഡി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത ആ ഭാഗത്തെ പറയുന്ന പേരാണ് ഡാറ്റാബേസ് എന്ന്. ആ ഡാറ്റാബേസിൽ നിന്നാണ് ആ കണ്ടന്റ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പറും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ എൻ്റെ മാർക്ക് മാത്രം വരികയാണ്. അത് അവിടെ പോയി സെർച്ച് ചെയ്തിട്ട് ആ 5 ലക്ഷം സ്റ്റുഡൻറ്റിൽ അവർക്ക് എല്ലാവർക്കും രജിസ്റ്റർ നമ്പർ ഉണ്ടാവുമല്ലോ. അതിൻ്റെ രജിസ്റ്റർ നമ്പറിൻ്റെ പ്രത്യേകത 5 ലക്ഷം സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ എടുത്ത് കൺസിഡർ ചെയ്താൽ അത് യുണീക്കായിരിക്കും. ഒരിക്കലും ഒരു രണ്ട് സ്റ്റുഡൻറ്റ് ഓരോ രജിസ്റ്റർ നമ്പറിൽ ഉണ്ടായിരിക്കില്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും രജിസ്റ്റർ നമ്പർ. അപ്പോൾ ഞാൻ ആ കൊടുത്ത രജിസ്റ്റർ നമ്പർ മാച്ച് ആയിട്ടുള്ള ആ സ്റ്റുഡൻ്റ് ആരാണോ ആ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഡാറ്റാബേസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വേറെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ എന്താണ്, വീണ്ടും അവിടെ പോയിട്ട് സെർച്ച് ചെയ്യാണ്, ആ ഡാറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്യാണ്. ആ ഡാറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആ രജിസ്റ്റർ നമ്പറിലുള്ള റിസൾട്ട് ഇങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുകയാണ്, റിട്രീവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഡാറ്റാബേസിൽ നിന്നാണ്. അവിടെ കണ്ടന്റ് മാറാനുള്ള കാരണം എന്താ, അവിടെ ഡാറ്റാബേസ് ഉള്ളത് കൊണ്ടാണ്. എവിടെ, സെർവറിൽ ആ ഡാറ്റാബേസിൽ. അപ്പോൾ എന്താ, ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസിനോട് കൂടി കണക്ട് ചെയ്തിരിക്കും. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസിനോട് കൂടി കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ കണ്ടന്റ് മാറാനുള്ള കാരണം, കണ്ടന്റ് എന്തുകൊണ്ടാണ് മാറുന്നത്, അവിടെ വേറെയും ഡാറ്റകൾ ഉള്ളത് കൊണ്ടല്ലേ. അവിടെ വേറെയും ഡാറ്റകൾ ഉള്ളത് കൊണ്ടാണ് ആ കണ്ടന്റ് മാറി മാറി വരുന്നത്. അപ്പോൾ ആ ഡാറ്റ കിടക്കുന്ന കമ്പ്യൂട്ടർ, ഞാൻ പറഞ്ഞു സെർവർ എന്ന് പറയുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് തന്നെ കൺസിഡർ ചെയ്തോളി. ആ ഹാർഡ് ഡിസ്ക് ഇൻഫർമേഷൻ കിടക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ഡാറ്റാബേസ്. അപ്പോൾ ആ ഡാറ്റാബേസിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റയെ ഇങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ആ ഇൻഫർമേഷൻ ഇങ്ങനെ മാറി 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 വരും. അപ്പോൾ എന്താ, ഡൈനാമിക് വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഡാറ്റാബേസ് വേണം. അപ്പോൾ അതാണ് ഈ പോയിന്റ്. ഡാറ്റാബേസ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടന്റ്. പക്ഷേ സ്റ്റാറ്റിക് വെബ് പേജ് ആകുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, അവിടെ ഡാറ്റാബേസിൻ്റെ ആവശ്യമില്ല. നെവർ എന്നാണ് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നെവർ യൂസ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് ഒരിക്കലും അവിടെ ഉപയോഗിക്കുന്നില്ല. ഇനി എന്താ, ഇനി ഈ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് റൺ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡിലാണ് സ്റ്റാറ്റിക് വെബ് പേജ്. പക്ഷേ ഡൈനാമിക് വെബ് പേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവർ സൈഡിലാണ്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസർ സോഫ്റ്റ്വെയറാണ്. ഡൈനാമിക് വെബ് പേജ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സെർവർ സൈഡിൽ അതിനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുകൾ ഉണ്ട്, ആ സെർവറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ രജിസ്റ്റർ നമ്പറും ആ റിസൾട്ടിങ് വരിക എന്നല്ല നമ്മൾ പറയാം. നമ്മളുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നമ്മൾ റിസൾട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമ്മളൊന്നും അറിയണില്ല. കുറച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മളുടെ റിസൾട്ട് ഡിസ്പ്ലേ ആണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ആ റിസൾട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് സെർവർ സൈഡിലുള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ആ പ്രോഗ്രാം നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യും, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ C++ൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നില്ലേ, അതേപോലെ ഈ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അങ്ങോട്ട് പാസ് ചെയ്യിക്കണം, ആ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സെർവറിലുള്ള ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ റിസൾട്ട്. അത് നമ്മളെ വെബ് പേജായിട്ട് അത് ഇങ്ങോട്ട് തിരിച്ചു തരികയാണ്. അപ്പോൾ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ എന്താ, ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡൈനാമിക് വെബ് പേജ് വർക്ക് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവർ സൈഡിലാണ്. സെർവർ സൈഡിലുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഫലമാണ് അതിൻ്റെ ഔട്ട്പുട്ട്. പക്ഷേ സ്റ്റാറ്റിക് വെബ് പേജ്
എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവർ സൈഡിലല്ല, ക്ലയൻറ്റ് സൈഡിലാണ്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലയൻറ്റ് സൈഡിലുള്ള നമ്മുടെ ബ്രൗസർ സോഫ്റ്റ്വെയർ ഇല്ലേ, മൊസില്ല ഫയർഫോക്സോ എസ്കേപ്പ് നാവിഗേറ്ററോ അങ്ങനത്തെ ബ്രൗസർ സോഫ്റ്റ്വെയർ ആണ് ഏത് ചെയ്യുന്നത്, സ്റ്റാറ്റിക് വെബ് പേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് അടുത്ത പോയിന്റ്. ഡയറക്ട്ലി റൺ ഓൺ ദ ബ്രൗസർ. ഈ സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ മൂന്നാമത്തെ പോയിന്റ്, ഡയറക്ട്ലി റൺ ഓൺ ദ ബ്രൗസർ ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അത് ക്ലയൻറ്റ് സൈഡിലാണ് ഏത് ചെയ്യുന്നത്, ക്ലയൻറ്റ് സൈഡിലാണ് സ്റ്റാറ്റിക് വെബ് പേജ് റൺ ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബ്രൗസർ സോഫ്റ്റ്വെയറിലാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അതിൻ്റെ എന്തിൻ്റെ ആവശ്യമില്ല, സെർവർ സൈഡ് പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഡൈനാമിക് വെബ് പേജിൽ എന്ത് വേണം, അത് സെർവർ സൈഡിലാണ് റൺ ചെയ്യുന്നത്. സെർവർ സൈഡിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം റണ്ണ് ചെയ്തിട്ടാണ് ഏത് പേജ് സെറ്റ് ചെയ്യുന്നത്, ഡൈനാമിക് പേജ് സെറ്റ് ചെയ്യുന്നത്. റൺ ഓൺ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട്. നമ്മൾ പിന്നെ ക്ലയൻറ്റ് സൈഡിലേക്ക് അതിൻ്റെ റിസൾട്ട് ഇങ്ങ് ഡിസ്പ്ലേ ചെയ്യണം. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിക് വെബ് പേജ് വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഡൈനാമിക് വെബ് പേജ് കുറച്ചും കൂടെ പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം. നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ HTML മാത്രം മതി. പക്ഷേ ഡൈനാമിക് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ HTML മാത്രം പോരാ, സ്റ്റൈൽ ഷീറ്റ് വേണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വേണം. HTML സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എംബഡി എന്ന് പറയുമ്പോൾ HTML കോഡിൻ്റെ ഉള്ളിൽ ഒരു എക്സാമ്പിൾ പറയാം. HTML കോഡിൻ്റെ ഉള്ളിൽ C++ൻ്റെ കോഡ് എഴുതി അങ്ങനെ ഉണ്ടാവും. HTMLൻ്റെ കോഡുണ്ട്, ആ കോഡിൻ്റെ ഉള്ളിൽ C++ൻ്റെ കോഡ് അങ്ങ് എഴുതുക. അതേപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ എന്താ, HTML കോഡിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കോഡ് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റ്, ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഈ തിയറിയാണ് ഞാൻ പറഞ്ഞ സ്കിപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സ്കിപ്പ് ചെയ്തത് ഈ തിയറി പാർട്ടാണ്. ഞാനിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് VB സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ജാവാസ്ക്രിപ്റ്റ് ആണ്. ആ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ആ സ്കിപ്പ് ചെയ്ത തിയറി ഉണ്ടല്ലോ, ആ തിയറി എടുക്കും. അപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും HTML കൂടെ എംബഡ് ചെയ്തിട്ട് HTMLൻ്റെ കോഡിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ കോഡും കൂടെ എംബഡ് ചെയ്തിട്ടാണ് ഏത് പേജ് ഉണ്ടാക്കുന്നത്, ഡൈനാമിക് പേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കണമെങ്കിൽ HTML മാത്രം പഠിച്ചാൽ പോരാ, ഏതും കൂടെ പഠിക്കണം, ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഏതാ പഠിക്കാനുള്ളത്, നമ്മുടെ സിലബസിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കാൻ ഏത് മാത്രം മതി, HTML മാത്രം മതി. ഓക്കെ, അപ്പോൾ HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളിവിടെ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇനി ആ ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത സെക്ഷനിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.